നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വീണ ടിക്ക് നാളെ ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു. വീണ ഹാജരാകുമോ ഇല്ലയോ എന്നതൊരു ചോദ്യമായിരുന്നു. എന്തായാലും ഹാജരാകില്ല എന്ന് ED അറിയിച്ചിരിക്കുകയാണ്. ED കൊച്ചി യൂണിറ്റ് ഓഫീസിൽ നാളെ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിൽ അവധി ചോദിച്ചിരിക്കുകയാണ് വീണ. അവധി അപേക്ഷ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതൊക്കെ രേഖകൾ ആവശ്യപ്പെട്ടോ അതെല്ലാം സമർപ്പിക്കാനും നൽകാനും തയ്യാറാണെന്നും വീണ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അഭിഭാഷകൻ മുഖേന ഈ രേഖകൾ EDക്ക് മുന്നിൽ എത്തിക്കുമെന്നും വീണ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ വഴി സമർപ്പിക്കും. അവധി അപേക്ഷയിൽ EDയുടെ നിലപാടേറെ നിർണായകമായിരുന്നു. എന്തായാലും ED ഈ ഒരു അവധി അപേക്ഷ സ്വീകരിക്കുകയും മറ്റൊരു ദിവസം പുതിയ സമൻസ് അയക്കാൻ തീരുമാനമാവുകയും ചെയ്തു. എന്തായാലും നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ലെന്ന വീണയുടെ ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസം സമൻസ് അയച്ച് മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിയിരിക്കുകയാണ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. നാളെ ഹാജരാകാനാകില്ല എന്ന കാര്യം വീണ ടി വ്യക്തമാക്കിയത്. അപേക്ഷകൾ വൈദ്യപരിശോധന രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ED സാധാരണ അത് പരിഗണിക്കാറുണ്ട്. എന്തായാലും അവധി അപേക്ഷ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുള്ളതായതുകൊണ്ട് തന്നെ ED ഈ ഒരു അപേക്ഷയും പരിഗണിച്ചിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പ് 50 പ്രകാരം കിട്ടിയ സമൻസിൽ കക്ഷി നേരിട്ട് ഹാജരാകണമെന്നാണ് നിയമവ്യവസ്ഥ. ഒരു ദിവസം അനുവദിച്ചാലും അടുത്ത തീയതി പുതിയ സമൻസ് അല്ലെങ്കിൽ പുതിയ ചോദ്യം ചെയ്യാൻ പുതിയ തീയതി എപ്പോഴാണോ അറിയിക്കുന്നത് അപ്പോൾ നേരിട്ട് തന്നെ ഹാജരാകേണ്ടി വരും. ഈ വകുപ്പ് പ്രകാരം സമൻസ് നൽകിയാൽ ED ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കക്ഷികൾക്ക് സാധാരണ സാധിക്കില്ല. ഇനി അത്രയും ഇപ്പോൾ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ഇളവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഒരു സിവിൽ കോടതി നൽകുന്ന സമൻസിന് തുല്യമായ നിയമസാധുത ഇതിനുണ്ട്. കേസിലെ തെളിവിലേക്ക് കക്ഷിയുടെ മൊഴി സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ സത്യം ചെയ്യിച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഇതിനാലാണ് ഇത്തരം സമൻസുകളിൽ അഭിഭാഷകൻ മുഖാന്തരം ഹാജരാകാൻ അനുവാദം കിട്ടാത്തത്. എന്തായാലും വീണ അസൗകര്യം അറിയിച്ച സാഹചര്യത്തിൽ മറ്റൊരു ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വീണ എന്തായാലും ഹാജരാകില്ല. ഇനി ഹാജരാകുമ്പോൾ CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED സംഘത്തെ വലിയ രീതിയിൽ നേരിട്ടവരാണ് പ്രവർത്തകർ. അത്തരത്തിലൊരു നടപടി ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. CPMന്റെ ആ ഒരു നിലപാടിലേക്ക് നിലപാട് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതേസമയം EDയുടെ ചോദ്യം ചെയ്യലിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകാൻ വീണയ്ക്കും CMRലിന് മുന്നിൽ ഒരു അവസരമുണ്ട്. അതവർ വിനിയോഗിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ച് ED രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് അവർക്ക് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാവുന്നതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകും മുൻപ് മുൻകൂർ ജാമ്യം തേടാനും തടസ്സമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു നീക്കമൊന്നും വീണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ED സമൻസിലെ സാങ്കേതിക കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും നേരിട്ട് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാനും സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും മരവിപ്പിച്ച നടപടിയിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെടാവുന്നതാണ്. SFAO രേഖകൾ EDക്ക് കൈമാറാനുള്ള പ്രത്യേക കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കും. പക്ഷേ ഹൈക്കോടതി ED അന്വേഷണം അനുവദിച്ച സാഹചര്യത്തിൽ ഹാജരാകാൻ കൂടുതൽ സമയം തേടുക, അറസ്റ്റിനെതിരെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ് സമ്പാദിക്കുക തുടങ്ങിയ നീക്കങ്ങൾക്കാണ് സാധ്യത. EDക്ക് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന PMLA സെക്ഷൻ 50 പ്രകാരമുള്ള സമൻസിൽ ചോദ്യം ചെയ്യൽ ഏറെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ നാളെ ഹാജരാകില്ല എങ്കിൽ പോലും അത് ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അടുത്ത തീയതി നിശ്ചയിച്ച് അന്നത്തേക്ക് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസിൽ ഒരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കി കോൺഗ്രസും സംസ്ഥാന സർക്കാരും ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ നിലപാടുകളൊക്കെ ശ്രദ്ധേയമാണ്. കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസ് പക്ഷേ EDയുടെ നടപടികൾക്ക് കൈയടിക്കുന്നുമില്ല. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നടത്തുന്ന പോരാട്ടത്തിന് ചൂടുപിടിച്ച് ED അത്ര വെടിപ്പല്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരളത്തിലെ പാർട്ടിയും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ ദേശീയ തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ നീക്കങ്ങൾ അതിനെതിരെ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആയുധമാണ് ED എന്ന ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ നിലവിൽ കേരളത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ
ഈ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ എതിർക്കുന്ന കോൺഗ്രസിനെ ഒരിക്കലും കേരളത്തിലും എതിർക്കാനാവില്ല എന്നതും ഒരു വശത്ത് വസ്തുതയായി തന്നെ നിൽക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജി കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന് SFIO കണ്ടെത്തൽ വീണയ്ക്ക് കുരുക്കാകും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ട്. വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിരുന്നു. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരുന്നു. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ചോദ്യാവലി തയ്യാറാക്കിയത് അടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഉത്തരം അറിയേണ്ടത് ഈ പണം എന്തിനു ഉപയോഗിച്ചു, ഈ പണം എന്തിന് കിട്ടി എന്ന കാര്യത്തിലാണ്. അതായത് ഇടപാടിലൂടെ വീണയ്ക്ക് കിട്ടിയത് 1.72 കോടി രൂപയാണ്. അത് എന്തിനു വിനിയോഗിച്ചു എന്നത് ED പ്രധാനമായും ചോദിച്ചറിയുക ലക്ഷ്യമായിരുന്നു. സ്ഥലം വാങ്ങാനാണോ അതോ മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാനാണോ തുക ഉപയോഗിച്ചതെന്ന് ED കൃത്യമായി പരിശോധിക്കും. കേസിൽ CMRL എക്സാലോജിക്ക് തമ്മിലുണ്ടാക്കിയ കരാറുകൾ, കൈമാറിയ തുക എന്നിവ സംബന്ധിച്ച നിരവധി പേജുകളുള്ള ചോദ്യാവലിയാണ് ED തയ്യാറാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് SFIO ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ EDക്ക് കൈമാറാൻ അനുവദിച്ചതുകൊണ്ട് തന്നെ ആ രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. ചോദ്യം ചെയ്യലിന് മുന്നേ തന്നെ ആ രേഖകൾ കിട്ടിയത് കൊണ്ട് തന്നെ അത് EDയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്.